إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും നല്ല നിലയിൽ തഖ്വ ചെയ്യാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിനെ അല്ലാഹു നമ്മിൽ നിന്നും ഖബൂലാക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അള്ളാഹു അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതകാലം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു അസുഖങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നുമൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും ഒക്കെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഫലസ്തീനിൽ നിന്നും ആശ്വാസകരമായ ചില വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ലോകത്തുള്ള ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചേർന്ന് നിൽക്കേണ്ട ഒരു പ്രശ്നമാണ് ഫലസ്തീനിൻ്റെ പ്രശ്നം. അത് ഓരോ മുസ്ലിമിൻ്റെയും, അവർ പരസ്പരം സഹോദരന്മാരാണ് എന്ന രീതിയിൽ അത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ കേരളത്തിൽ പോലും ഫലസ്തീനിലെ ചെറിയ കുട്ടികളുടെയും മറ്റും ദീനരോധനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കാണുമ്പോൾ
അതിൽ സന്തോഷിക്കുന്ന നികൃഷ്ടരായ ആളുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ബാധ്യത ഒന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവിശ്യകളൊക്കെ, ഈ പ്രദേശങ്ങളൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഖുദ്സ്, അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഖുദ്സ് എന്ന് പറയുന്നത് അത് ഫലസ്തീനിലെ പട്ടണമാണ്. മുമ്പ് അതിൻ്റെ പേര് ഈലിയ എന്നായിരുന്നു. ഹിജറയുടെ 5-ാം വർഷം മുതലാണ് അതിനെ ഖുദ്സ് എന്ന് നമ്മൾ വിളിച്ചു പോരുന്നത്. അതുപോലെ ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ എന്നൊക്കെ പറയപ്പെടുന്നത് ആ പട്ടണത്തിലെ പരിശുദ്ധമാക്കപ്പെട്ട ഭവനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെയും പേരെടുത്ത് പറഞ്ഞതാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളുടെ പവിത്രമായ 3 പള്ളികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് പള്ളിയെ ലക്ഷ്യം വെച്ച് പോകാൻ കഴിയുന്ന 3 പള്ളികളിൽ മൂന്നാമത്തെ സ്ഥാനമാണ് മസ്ജിദുൽ അഖ്സാക്ക് നൽകിയിരിക്കുന്നത്. പ്രവാചകന്മാരുടെ ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ അനേകം പ്രവാചകന്മാരുടെ ദഅവത്തിന്റെയും അവരുടെ ജീവിതത്തിന്റെയും ഒക്കെ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഫലസ്തീൻ ഉൾപ്പെടുന്ന ഷാം എന്ന് പറയുന്ന പ്രവിശ്യ. ഈ ഒരു സ്ഥലത്തെ നമ്മൾ മുസ്ലിമീങ്ങൾക്ക് പുറമെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ പുണ്യ സ്ഥലമായി കാണുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. ഫലസ്തീനിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന, പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ചിത്രം മഞ്ഞ വർണ്ണത്തിലുള്ള ഏറെക്കുറെ സ്വർണ്ണ നിറമുള്ള ഒരു ഖുബ്ബയുടേതാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് അതല്ല. ഈ സ്വർണ്ണ നിറമുള്ള ഖുബ്ബയുള്ള പള്ളി എന്ന് പറയുന്നത് അമവി ഭരണാധികാരിയായിരുന്ന അബ്ദുൽ മലിക് ബിൻ മർവാൻ നിർമ്മിച്ച മസ്ജിദു ഖുബ്ബത്തു സഖറയാണ്. മസ്ജിദുൽ അഖ്സ എന്ന് മുതലാണ് അത്തരത്തിലുള്ള പേരിൽ ഒരു പള്ളിയായി വന്നതെന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി ചോദിക്കുകയുണ്ടായി, അയ്യു മസ്ജിദിൻ വുദിഅ ഫിൽ അർദ് അവൽ, നബിയെ ഈ ഭൂമിയിൽ ഏറ്റവും ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണെന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ഖാല അൽ മസ്ജിദുൽ ഹറാം, നബി തങ്ങൾ പറഞ്ഞു അത് മസ്ജിദുൽ ഹറാമാണ്. ഖുൽതു സുമ്മ അയ്യു, നബിയെ പിന്നെ ഏത് പള്ളിയാണ് ഈ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ മസ്ജിദുൽ അഖ്സ, രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട പള്ളി അത് മസ്ജിദുൽ അഖ്സയാണ്. വകം ബൈനഹുമാ, അതിന്റെ രണ്ടിന്റെയും നിർമ്മാണത്തിനിടയിൽ എത്ര കാലം അകൽച്ചയുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. 40 സന, അതിനിടയിൽ 40 വർഷത്തെ കാലയളവാണ് ഉണ്ടായിരുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയുണ്ടായി. മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബ്ലയാണ് മസ്ജിദുൽ അഖ്സ. 17 മാസത്തോളം മുസ്ലിമീങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നമസ്കരിച്ചിരുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിൽപ്പെട്ട ഇസ്റാഉം മിഅ്റാജും നടന്നപ്പോൾ അതിലെ ഇസ്റാ അഥവാ പ്രയാണം മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യാത്ര നിർവഹിച്ചത്.
ഈ പ്രദേശങ്ങളെല്ലാം ഷാമിന്റെ ഭാഗമാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഫലസ്തീൻ മാത്രമല്ല, ഫലസ്തീനിനോട് ചേർന്ന് കിടക്കുന്ന ജോർദാനും ലബനാനും സിറിയയുമൊക്കെ ഷാം എന്ന് പറയുന്ന വലിയ ഒരു പ്രവിശ്യയുടെ ഭാഗങ്ങളാണ്. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ പ്രയോഗമായിരുന്നു. ഷാം എന്നും സിറിയ എന്നുമായിരുന്നു അവർ വേർതിരിച്ച് പറഞ്ഞിരുന്നത്. ഇതൊക്കെ അനുഗ്രഹീത പ്രദേശങ്ങളാണെന്ന് ഹദീസിൽ നിന്നും പരിശുദ്ധമായ ഖുർആനിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലരെയും കൊണ്ട് ഫിർഔനിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അവരോട് പറയുന്നുണ്ട്, യാ ഖൗമി ദുഖുലുൽ അർദൽ മുഖദ്ദസതല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. അദ്ദേഹത്തിന്റെ സമുദായത്തെ വിളിച്ചുകൊണ്ട് ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസ, പരിശുദ്ധമാക്കപ്പെട്ട ഈ ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ട്, വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർദില്ലതി ബാറക്നാ ഫിഹാ ലിൽ ആലമീൻ. സർവ്വലോകർക്കും വേണ്ടി ബർക്കത്ത് ചെയ്യപ്പെട്ട ആ സ്ഥലത്തേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഒക്കെ അവരുടെ എതിരാളികളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അവിടേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആകളിൽ ഈ ഷാമിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന, അല്ലാഹുവേ ഷാം എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ പ്രദേശത്ത് നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അനേകം പ്രവാചകന്മാർ ഇവിടെ ജീവിതം കഴിച്ചുകൂട്ടിയതായിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം ഇബ്നു അത്താ അൽ അൻദലുസി റഹിമഹുല്ലാ മസ്ജിദുൽ അഖ്സയെ പറ്റി പറയുന്ന ചരിത്രങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പ്രദേശത്തിന് ബർക്കത്ത് വരുന്നത്, അതിനെ പരിശുദ്ധമാക്കപ്പെട്ടതെന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. അതിലൊന്നാമത്തേത് അന്നുബുവ്വത്തു വശറാഇഉ വറുസുൽ, അവിടേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരും അള്ളാഹുവിന്റെ ദീനും നുബുവത്തുമൊക്കെ കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ്. രണ്ടാമത്തേത് അൻനിഅമു മിനൽ അശ്ജാരി വൽ മിയാഹി വൽ അർദിൽ മുഫീദത്തി അല്ലതി ഖസ്സല്ലാഹു ശാമ ബിഹാ, ഷാമിനെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച അവിടുത്തെ മരങ്ങളും അവിടുത്തെ ജലസ്രോതസ്സുകളും ഒക്കെ കൊണ്ട് അത് അനുഗ്രഹമാക്കപ്പെട്ടതാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് അവരൊരിക്കൽ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഭൂമിയെക്കുറിച്ച് പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ അർദൽ മുഖദ്ദസത ലാ തുഖദ്ദിസു അഹദ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമി അതിന്റെ പവിത്രത കൊണ്ട് അതൊരിക്കലും ഒരാളെയും നല്ല ആളാക്കി മാറ്റുന്നില്ല, പരിശുദ്ധനാക്കുന്നില്ല. വഇന്നമാ യുഖദ്ദിസുൽ ഇൻസാന അമലുഹു, മറിച്ച് ഒരു മനുഷ്യൻ പരിശുദ്ധനാകുന്നത്, അവന് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കുന്നത് അവന്റെ അമലുകൾ കൊണ്ടാണ്. ഫലസ്തീനിന്റെ വർത്തമാനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ പോരാട്ടം എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അവരുടെ പിറന്ന നാടിന് വേണ്ടിയുള്ള, അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. തലമുറകളായി അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ചാണ് ഫലസ്തീൻ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് വരുന്നത്. 1920 മുതൽ 47 വരെയും ഇതേ അവസ്ഥയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത്. പിന്നീട് സയനിസ്റ്റ് ലോബികളുടെ കൊടും വഞ്ചനയായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം പിറവികൊള്ളുന്നത്. ഏകദേശം ആ കാലഘട്ടത്തിൽ 5% മാത്രമുണ്ടായിരുന്ന ജൂതർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കുടിയേറ്റക്കാരായും അധിനിവേശക്കാരായും ഒക്കെ അവിടേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് 1950കളിലും 60കളിലും നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. പിന്നീട് അവരുടെ കുടിയേറ്റത്തോടുകൂടി, അവരുടെ അധിനിവേശത്തോടുകൂടി നിരന്തരം സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉടലെടുത്തുകൊണ്ടേയിരുന്ന സ്ഥലങ്ങളാണ് ഇവയോരോന്നും.
ആ മണ്ണിൽ നടന്ന ജൂതരുടെ ഭാഗത്തു നിന്നുള്ള പല ഇടപെടലുകളും ചെറിയ വലിയ യുദ്ധങ്ങളായും അതുപോലെ തന്നെ സമാധാന കരാറുകളായും രണ്ട് രാഷ്ട്രത്തിന്റെ വാദങ്ങളുമായൊക്കെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും പ്രവചനത്തിലുമൊക്കെ ശുഭപ്രതീക്ഷ വെക്കുകയും മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യണം. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തബൂക്ക് യുദ്ധത്തിന് ശേഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയുണ്ടായി. വഹുവ ഫീ ഖുബ്ബത്തിൻ മിൻ അദം, നബി തങ്ങൾ തോലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൂടാരത്തിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് നബി തങ്ങളുമായി ഞാൻ സംസാരിച്ചപ്പോൾ നബി തങ്ങൾ എന്നോട് 6 കാര്യങ്ങളെ എണ്ണി പറഞ്ഞു. ഉഅ്ദുദ് സിത്തൻ ബൈന യദൈ സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നബി തങ്ങൾ എന്നോട് പറഞ്ഞു. അതിലൊന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തായിരുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്താണ്. ആ 6 കാര്യങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറഞ്ഞിരുന്നത് ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയമായിരുന്നു. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ 16-ാമത്തെ വർഷം യാതൊരു രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുകളും ഇല്ലാതെ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തമായി തന്നെ അവിടെ പോവുകയും അവിടെയുള്ള ആളുകളുമായി സന്ധിയിൽ ഏർപ്പെടുകയും ആ പ്രദേശത്തെ ക്രിസ്ത്യാനികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നുമൊക്കെ ശുദ്ധീകരിക്കുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്യുകയുണ്ടായി. ഇനി അവസാന കാലമാകുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും ഈ പ്രദേശത്താണ്. വവറാഅഹു ദജ്ജാൽ, അദ്ദേഹം വരുമ്പോൾ അവിടെ ദജ്ജാൽ ഉണ്ടാകും. വമഅഹു 70,000 യഹൂദിയൻ, ആ കൂട്ടത്തിൽ 70,000 ജൂതന്മാരും ഉണ്ടാകും. കുല്ലുഹും ദൂ സൈഫിൻ മുഹല്ല വസാജിൻ, അവരോരോരുത്തരും ഊരിപ്പിടിച്ച വാളുമായി യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടായിരിക്കും നിൽക്കുന്നുണ്ടാകുക. ഫൈദാ നളറ ഇലൈഹി ദജ്ജാലു ദാബ കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ഈസാ നബി അലൈഹിസ്സലാമിനെ ദജ്ജാല് നോക്കുമ്പോൾ ഉപ്പ് എങ്ങനെയാണോ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നത് അതുപോലെ ദജ്ജാല് അലിയാൻ വേണ്ടി തുടങ്ങും. വയന്തലിഖു ഹാരിബ, അവൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പിടിയിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി ഭയന്ന് വിറച്ചുകൊണ്ട് ഓടുന്നതാണ്. ഫയുദ്രികുഹു ഇൻദ ബാബിൽ ലുദ്ദി ശർഖി, അങ്ങനെ ഷാമിന്റെ കിഴക്ക് ഭാഗത്തുള്ള ലുദ് എന്ന് പറയുന്ന കവാടത്തിൽ വെച്ച്, ഇന്നവിടെ ഒരു വിമാനത്താവളമാണ്, അവിടെ വെച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ പിടികൂടുന്നതാണ്. ഫയഖ്തുലുഹു, അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ വധിക്കും. ഫയഹ്സിമല്ലാഹുൽ യഹൂദ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിലൂടെ യഹൂദികളെ പരാജയപ്പെടുത്തും. ഫലാ യബ്ഖാ ശൈഉൻ മിമ്മാ ഖലഖല്ലാഹു അസ്സ വജല്ല യതവാഖാ ബിഹി യഹൂദിയുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എന്തൊക്കെ വസ്തുക്കൾ കാണുമോ അതിന്റെയൊക്കെ പിന്നിൽ ഒളിക്കാൻ വേണ്ടി യഹൂദികൾ ഓടും. അങ്ങനെ ഇല്ല അൻതഖല്ലാഹു ദാലിക ശൈ, അങ്ങനെ അവർ ഒളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഏതൊരു വസ്തുവിന്റെ പിന്നിലാണോ അവർ ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ വസ്തു സംസാരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ലാ ഹജറുൻ വലാ ഷജറുൻ വലാ ഹായിത്തുൻ വലാ ദാബ, അവരൊരു മൃഗത്തിന്റെ പിന്നിൽ ഒളിച്ചാലും അവരേതെങ്കിലും മതിലിന്റെ പിന്നിൽ ഒളിച്ചാലും മരത്തിന്റെയോ കല്ലിന്റെയോ പിന്നിലൊക്കെ പോയി ഒളിച്ചാലും ആ വസ്തു സംസാരിക്കുന്നതാണ്. ഇല്ലൽ ഗർഖദ, ഗർഖദ് എന്ന് പറയുന്ന മരമൊഴികെ. ഇന്ന് ഇസ്രായേലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് അവർ ഈ മരം കൃഷി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫൈന്നഹാ മിൻ ഷജരിഹിം ലാ തൻതിഖ്, അതിന് പിന്നിൽ അവർ ഒളിച്ചാൽ ആ മരം സംസാരിക്കുകയില്ല. ഇല്ലാ ഖാല യാ അബ്ദല്ലാഹിൽ മുസ്ലിം ഹാദാ യഹൂദിയുൻ ഫതആല ഉഖ്തുൽഹു,
ഓരോ വസ്തുവും വിളിച്ചു പറയുന്നതാണ്, അള്ളാഹുവിന്റെ അടിമയായ മുസ്ലിമെ, ഇതാ എന്റെ പിന്നിൽ ഒരു യഹൂദി ഒളിച്ചു നിൽക്കുന്നുണ്ട്, നീ വന്ന് അവനെ കൊന്നുകളയണമെന്ന് ഓരോ വസ്തുവും വിളിച്ചു പറയുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ഇന്ന് പുതിയ ഒരു കരാറിൽ ഏർപ്പെടുകയും പുതിയ ഒരു സന്ധിയിലെത്തുകയും ചെയ്യുന്ന ഈ നിമിഷത്തിൽ നമ്മൾ മുമ്പും ഇവിടെ സംസാരിച്ചതാണ്, യഹൂദികളുടെ കരാറിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു കരാറ് പോലും പൂർത്തീകരിക്കാത്ത, കരാറ് ലംഘിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമുദായമാണ് ജൂതരെന്ന് പറയുന്നത്. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ചെയ്യുന്ന വാക്ക് പാലിക്കുകയും കരാറ് പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ ആധുനിക ലോകത്തും അത്തരത്തിലുള്ള കരാറുകൾ നമ്മൾ ചെയ്തിട്ട് അതിനെ ലംഘിക്കുകയാണെങ്കിൽ അത് മനുഷ്യത്തെ ഇല്ലായ്മയായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലങ്ങൾക്ക് മുമ്പേ ഇത്തരത്തിൽ മനുഷ്യത്വം ഊരിയെടുക്കപ്പെട്ട ജനതയാണ് ജൂതന്മാരെന്ന് അവരെ പറ്റി വിശേഷിപ്പിച്ചു. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹിൽ ലദീന കഫറു ഫഹും ലാ യുഅ്മിനൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള കരാറുകളൊക്കെ എപ്പോഴും ലംഘിച്ചുകൊണ്ടേയിരുന്ന മദീനയിലെ 3 പ്രധാനപ്പെട്ട യഹൂദ ഗോത്രങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ബനു നളീറും ബനു ഖൈനുഖാഉം ബനു ഖുറൈളയും ഒക്കെ എപ്പോഴും നിബിതങ്ങളുമായിട്ടുള്ള കരാറുകൾ ലംഘിച്ചിരുന്നു. ഇന്ന ശർറദ്ദവാബി, അള്ളാഹു അവരെ കുറിച്ച് വിശേഷിപ്പിച്ചത് തീർച്ചയായും അവരേറ്റവും മോശപ്പെട്ട മൃഗങ്ങളാണെന്നാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഏറ്റവും മോശപ്പെട്ട മനുഷ്യരെന്ന് പോലും പറയാതെ മനുഷ്യത്വം അവരിൽ നിന്നും ഊരിയെടുക്കപ്പെട്ടത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് ഏറ്റവും മോശപ്പെട്ട മൃഗങ്ങളെന്ന് വിശേഷിപ്പിച്ചത്. അതിന് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീന ആഹദ്ത മിൻഹും സുമ്മ യൻഖുദൂന അഹ്ദഹും. നീ അവരോട് ഏതൊരു തരത്തിലുള്ള സന്ധിയിൽ ഏർപ്പെടുകയാണെങ്കിലും സുമ്മ യൻഖുദൂന അഹ്ദഹും, അവർ അവരുടെ കരാറിനെ ലംഘിക്കുന്നതാണ്. ഫീ കുല്ലി മർറത്തിൻ വഹും ലാ യത്തഖൂൻ, അവർ അല്ലാഹുവിനെ യാതൊരു തരത്തിലുമുള്ള സൂക്ഷ്മതയും പാലിക്കുന്നില്ല. ഫീ കുല്ലി മർറത്തിൻ, എല്ലാ ഓരോ പ്രാവശ്യവും അവർ ചെയ്യുന്ന കരാറുകളൊക്കെ അവർ ലംഘിക്കുന്നതാണ്. മദീനയിൽ പ്രധാനമായും 3 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സമാധാനത്തിന്റെ കരാറ് ഉണ്ടാക്കിയിരുന്നു. സഖീഫത്ത് എന്നൊക്കെയായിരുന്നു ഈ കരാറുകൾ അറിയപ്പെട്ടിരുന്നത്. ആ കരാറിൽ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നത്, വഇന്നഹു മൻ തബിഅനാ മിൻ യഹൂദ ഫഇന്ന ലഹു അൻ-നസ്റ വൽ ഉസ്വ. യഹൂദികളിൽ നിന്നും ആരെങ്കിലും നമ്മളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സഹായവും ഉണ്ടാകുന്നതാണ്. ഗൈറ മദ്ലൂമീന വലാ മുതനാസിരീന അലൈഹിം, അവരെ യാതൊരു രീതിയിലും മുസ്ലിം രാഷ്ട്രത്തിന്റെ അകത്ത് പീഡിപ്പിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നതല്ല. വൈനൽ യഹൂദ യുൻഫൂന മഅൽ മുഅ്മിനീന മാ ദാമു മുഹാരിബീൻ, അവരെന്നാൽ മുഅ്മിനീങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അവരെ മദീനയിൽ നിന്നും പുറത്താക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നല്ല രീതിയിൽ അവരുമായി കരാറുണ്ടാക്കിയിരുന്നു. എന്നാൽ വളരെ നല്ല രീതിയിലുള്ള ഈ കരാറുകൾ ആ 3 കൂട്ടരും ലംഘിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലേറ്റവും ആദ്യമായി കരാർ ലംഘിക്കുന്നത് ബനു ഖൈനുഖാ ഗോത്രമാണ്. മദീനയിലെ മറ്റ് യഹൂദരിൽ നിന്നുമൊക്കെ മാറി കുറച്ചകലെയായിട്ടായിരുന്നു ബനു ഖൈനുഖാഇന്റെ താമസ സ്ഥലം. മറ്റുള്ള ജൂതരൊന്നും തന്നെ ഇവരെ തങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടത്തിനോ മറ്റോ വേണ്ടി കൂട്ടിയിരുന്നില്ല. അങ്ങനെ ഹിജ്റ 2-ാം വർഷം അവരുടെ കച്ചവട സ്ഥലത്ത് ഒരു മുസ്ലിം സ്ത്രീ പോവുകയും അവിടെയുള്ള സ്വർണ്ണപ്പണിക്കാരന്റെ അടുക്കൽ അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെല്ലുകയും ചെയ്തു. അവർ മുഖം മറച്ചിരുന്നത് കൊണ്ട് ആ മുഖം വെളിവാക്കണമെന്ന് ആ യഹൂദി അവരോട് പറഞ്ഞു. എന്നാൽ അവരതിന് കൂട്ടാക്കിയില്ല. അങ്ങനെ കച്ചവടത്തിന്റെ ഇടയിൽ ആ സ്ത്രീ അറിയാതെ അവരുടെ വസ്ത്രം ആ യഹൂദി ഉയർന്ന ഒരു സ്ഥലത്ത് കെട്ടിയിടുകയും അവർ ആ സ്ഥലത്ത് നിന്ന് എണീറ്റപ്പോൾ അവരുടെ ഔറത്ത് വെളിവാവുകയും ചെയ്തു. അവരെ ആ ആളുകളുടെ ഇടയിൽ വെച്ച് പരിഹസിക്കുകയും അവരുടെ നഗ്നത വെളിവായതിന്റെ പേരിൽ അവരെ കളിയാക്കുകയും ചെയ്തു. ഇത് കണ്ട ഒരു മുസ്ലിം ആ യഹൂദിയുടെ
മേൽ ചാടി വീണുകൊണ്ട് അയാളെ വകവരുത്തുകയുണ്ടായി. തൊട്ടുടനെ തന്നെ അവിടെ കൂടിയിരുന്ന മറ്റു യഹൂദികൾ ഈ മുസ്ലിമിനെയും വധിച്ചു കളയുകയുണ്ടായി. അങ്ങനെ ഈ ഒരു പ്രശ്നം വലുതാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ എത്തുകയും ഇത് വലിയൊരു പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരുമായി ചർച്ചയ്ക്കിരിക്കുകയും അവരുമായിട്ട് കരാറ് പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഭീഷണിപ്പെടുത്തുകയും കരാറ് ഞങ്ങൾ ലംഘിക്കുമെന്ന് അവർ തുറന്ന് പറയുകയും ചെയ്തു. യാ മുഹമ്മദ് ലാ യഗുറന്നക മിൻ നഫ്സിക അന്നക ഖതൽത നഫറൻ മിൻ ഖുറൈശിൻ കാനു അഗ്മാറൻ ലാ യഅരിഫൂനൽ ഖിതാൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികളിലെ കുറച്ച് യുദ്ധമറിയാത്ത ആളുകളെ നീ വധിച്ചെന്ന് വിചാരിച്ച് നീ സ്വയം വഞ്ചിതനാകരുത്. ഇന്ന വൈൻ ഖാതൽതന ലാ അറഫ്ത ഇന്ന നഹ്നു നാസ്. നീ ഞങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിനക്ക് മനസ്സിലാകും തീർച്ചയായും ഞങ്ങളാണ് നന്നായിട്ട് യുദ്ധം ചെയ്യാൻ അറിയുന്നവർ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അവര് കരാറ് ലംഘിക്കാൻ വേണ്ടി അവര് സന്നദ്ധരാവുകയും ചെയ്തു. രണ്ടാമതായിട്ട് ബനു നളീർ ഗോത്രക്കാരായിരുന്നു കരാറ് ലംഘിച്ചത്. ബദർ യുദ്ധം കഴിഞ്ഞ് 6 മാസങ്ങൾക്ക് ശേഷം ഖുറൈശികൾ ബനു നളീർ ഗോത്രക്കാരോട് സഹായം ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയുടെ അകത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ പ്രേരിപ്പിക്കുകയും ചെയ്തു. ബനു നളീർ ഗോത്രക്കാരെ അതിന് തയ്യാറാവുകയുണ്ടായി. ആ സമയത്ത് ബനു നളീർ ഗോത്രത്തിലെ ചില പുരോഹിതന്മാരുമായി ചില വിഷയങ്ങളിൽ സംസാരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചിരുന്നു. അത് പ്രകാരം നബി തങ്ങള് അവരുടെ അടുക്കൽ പോവുകയും ഒരു പാറ നിറഞ്ഞ പ്രദേശത്ത് വെച്ച് അവരുമായി സംസാരത്തിൽ ഏർപ്പെട്ടപ്പോൾ അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് പാറക്കഷ്ണം നബി തങ്ങളുടെ ശരീരത്തിലേക്ക് വീഴ്ത്തിക്കൊണ്ട് നബി തങ്ങളെ വധിക്കാൻ വേണ്ടി അവർ ഗൂഢാലോചന നടത്തുകയുണ്ടായി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിവരം അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ബനു നളീറുകാരുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ കരാറ് അവർ ലംഘിക്കുകയുണ്ടായി. ബനു ഖുറൈളക്കാരുടെ ലംഘനം ഖന്തഖിന്റെ യുദ്ധവേളയിലായിരുന്നു. ഖന്തഖിന്റെ യുദ്ധവേളയിൽ നാനാഭാഗത്തു നിന്നും ശത്രുക്കളെ കൊണ്ട് വലയം ചെയ്തപ്പോൾ മുസ്ലിങ്ങളെ അകത്തു നിന്നും ബനു നളീർ ഗോത്രക്കാർ ആക്രമിക്കുകയുണ്ടായി. അവർക്ക് പുറത്തുള്ള ഖന്തഖിന് പുറത്തുള്ള മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി മദീനയുടെ കിഴക്ക് ഭാഗത്തുള്ള കവാടം തുറന്നു കൊടുക്കാൻ ബനു നളീറുകാര് സന്നദ്ധരാവുകയുണ്ടായി. അവരുടെ നേതാവായിരുന്ന ഹുയൈ ഇബ്നു അഖ്തബ് ഖുറൈശികളുമായി സന്ധി ചെയ്യുകയും മുസ്ലിങ്ങളെ ചതിക്കുകയും ചെയ്തു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേളയിൽ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തുകയും ബനു നളീറുകാരുടെ തന്ത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കരാറിന്റെ സന്ദർഭത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുസ്ലിമീങ്ങളെയും നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. വൈമാ തഖാഫന്ന മിൻ ഖൗമിൻ ഖിയാനതൻ ഫംബിദ് ഇലൈഹിം അലാ സവാ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ. തീർച്ചയായും ഈ കൂട്ടർ എത്ര നല്ല രീതിയിലുള്ള കരാറുകൾ ഉണ്ടായാലും അവരതിനെ ലംഘിക്കുന്നവരാണ്. അതുകൊണ്ട് കരാർ എന്താണെങ്കിലും അത് നിങ്ങൾ പരസ്യപ്പെടുത്തണം. മുസ്ലിമീങ്ങൾക്ക് കഴിയാത്ത വ്യവസ്ഥകൾ വെക്കുകയും മുസ്ലിമീങ്ങളാണ് കരാറിനെ ലംഘിച്ചതെന്ന് ജനമധ്യത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തന്ത്രത്തിലൂടെ പരാജയപ്പെടുത്തുന്നതാണ് അന്നും ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖുതില ദൂന മാലിഹി വമൻ ഖുതില ദൂന ദമിഹി വമൻ ഖുതില ദൂന ദീനിഹി. ഈ കാര്യത്തിലെല്ലാം അഥവാ സ്വന്തം ദീനിനു വേണ്ടിയും സ്വന്തം സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയും സ്വന്തം ശരീരത്തിനെ അഥവാ സ്വന്തം രക്തത്തെ സംരക്ഷിക്കാൻ വേണ്ടിയും പോരാടുകയും അതിന്റെ പേരിൽ വധിക്കപ്പെടുകയും ചെയ്യുന്നവർ അവർ ശുഹദാക്കളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവർ പോരാടുന്നത് ഒരിക്കലും അധികാരത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് അധികാരം നഷ്ടപ്പെട്ടാൽ അവർക്കത് പരാജയമല്ല, മറിച്ച് അവർ പോരാടുന്നത് സ്വന്തം നാടിനും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെയൊക്കെ ആദ്യത്തെ ഖിബലയായിട്ട് ഉണ്ടായിരുന്ന പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സക്ക് വേണ്ടിയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല വിജയം നൽകുമാറാകട്ടെ. ഏകപക്ഷീയമായ
20 നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് അംഗീകരിച്ചില്ലെങ്കിൽ അവരെയൊക്കെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോൾ അതിന് തങ്ങളുടെ ന്യായമായ 6 ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിലൂടെ അത് ശത്രുക്കളെ അംഗീകരിപ്പിക്കാനും അതിലൂടെ ഗസയെ സമാധാനത്തിലേക്കും അഭിമാനത്തിലേക്കും ഒക്കെ എത്തിക്കാൻ അവർക്ക് ഈ 2 വർഷത്തെ കഷ്ടപ്പാടിലൂടെ സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഫലസ്തീനിന്റെ പ്രശ്നത്തെ കൊണ്ടുവരാനും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ തലമുറക്ക് ആ പ്രശ്നം എന്താണെന്ന് പഠിക്കാനും അതിലെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തെ അംഗീകരിക്കാനും ആ സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ പിറവിക്ക് നേതൃത്വം കൊടുത്ത രാഷ്ട്രങ്ങൾ പോലും സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ത്യാഗപരിശ്രമങ്ങളെയും പരിപൂർണമായും അവരിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി രക്തച്ചൊരിച്ചിലുകളില്ലാതെ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി കഴിയാൻ അവർക്കും ലോക മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على سيدنا محمد وعلى آله وأصحابه الأبر. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فإن التقوى ملاك الحسنات، ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب، ومن يتق الله يجعل له من أمره يسرا، ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. اتقوا ربكم في سركم وإعلانكم. وقال ربكم في كتابه العزيز: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن نبينا محمدا عبده ورسوله أشرف مولود. صلى الله على سيدنا محمد وعلى آل محمد. أيها الناس، اتقوا الله حق تقاته وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه، وثلث بكم أيها المؤمنون من بريته. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم رض عن خلفائه الراشدين الأربعة أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين. اللهم رض عن عمي نبيك حمزة والعباس رضي الله عنهما وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصرهم نصرا مؤزرا. اللهم ثبت أقدامهم. اللهم اكشف الضر عن إخواننا في فلسطين. اللهم اشف جرحاهم. اللهم تقبل شهداءهم. اللهم إنهم جوعى فاطعمهم. اللهم إنهم مظلومون فانصرهم. اللهم انصرهم على أعدائهم نصرا كاملا. اللهم أهلك قوة الصهاينة المحتلين. اللهم أنزل عليهم عذابك. اللهم لعنهم لعنا كبيرا. اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم. اللهم اجعل بيوتهم عليهم ردما. اللهم اجعل قنابلهم عليهم دمدما. اللهم حرر المسجد الأقصى من دنس اليهود. اللهم أخرج منه الصهاينة أذلة صاغرين. اللهم أعز الإسلام والمسلمين واقض الدين عن المدينين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون. أقم الصلاة.